കത്ത് വിവാദത്തിൽ ഇന്നും പ്രതികരിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. പക്ഷേ ഈ മുതിർന്ന രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് അസം പോലീസ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇന്നലെ ഒറ്റവാക്കിൽ അസംബന്ധം എന്നൊരു വിശദീകരണമെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി ഒന്നിനോടും പ്രതികരിച്ചില്ലേ? മാത്രമല്ല, ഇന്നലത്തോടെ കൂടുതൽ ആരോപണങ്ങൾ മുന്നോട്ട് വരികയാണ്. ഈ തോമസ് ഐസക് ഇന്നലെ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഷർഷാദ് ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് അടക്കം പറഞ്ഞത് ഇതിൽ ബാങ്ക് വായ്പ അടയ്ക്കാനുള്ള സഹായം അടക്കം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. മാത്രം നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു തരത്തിലുള്ള മറുപടിയും MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് വീണ്ടും അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രതികരണം ഈ വിവാദത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മുന്നോട്ട് പോകുന്ന സമയത്താണ് മറ്റ് വാർത്തകളിലെയും പ്രതികരണം അദ്ദേഹത്തോട് തേടാൻ വേണ്ടിയിട്ട് ആ ചോദ്യങ്ങളും ചോദിച്ചത്. അതിനും അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. കാറിൽ കയറുന്ന സമയത്താണ് താൻ ചിരിക്കുന്നൊരു ഫോട്ടോ എടുത്തോളൂ എന്നുള്ളൊരു ഒരൊറ്റ ഡയലോഗിൽ ഒരു മറുപടി മാത്രം പറഞ്ഞ് അദ്ദേഹം പോയത്. ഇന്നലെ PB യോഗം കഴിഞ്ഞു. ഇന്ന് പക്ഷേ സംഘടനാ തലത്തിൽ തന്നെ CPMൻ്റെ കേന്ദ്ര നേതൃത്വത്തിൽ ചില യോഗങ്ങൾ ബാക്കിയുണ്ട്. അതിന് ആണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഈ കത്ത് വിവാദത്തോട് പ്രതികരിക്കാനായിട്ട് അത് അദ്ദേഹത്തിൻ്റെ മകനെതിരെയുമുണ്ട്, അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുകയാണ്. അത് ഓരോ ദിവസം കഴിയുമ്പോൾ ആ വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒരു ഗൗരവം വീണ്ടും കൂടിക്കൂടി വരികയാണ്. പക്ഷേ എല്ലാം ഒന്നും പറയാതെ ഒഴിവാക്കി കളയുകയാണ്. ഒരു തരത്തിൽ ഒഴിഞ്ഞു മാറുക തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സമീപനം. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, CPMൻ്റെ എല്ലാ കേന്ദ്ര നേതൃത്വത്തിലുള്ള എല്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും അതേ ഒരു സമീപനം തന്നെയാണ് ഉണ്ടാകുന്നത്. ചോദ്യങ്ങളോടൊന്നും തന്നെ മറുപടിയില്ല. അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ്, വിവാദങ്ങളാണ്, അസംബന്ധമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നുള്ള ബാലിശമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഈ നേതാക്കളെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ MV ഗോവിന്ദൻ ഡൽഹിയിലെത്തിയ സമയം മുതൽ നമ്മൾ ഈ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഒരു വാക്കിൽ മറുപടി പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു തരത്തിൽ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. കുറച്ചുകൂടി പരിഹാസ രൂപേണ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ട്.